പോകുന്നത് ടെയ്ലർ ആൻഡ് മെക്ലോറിൻ സീരീസിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ ആ അനലറ്റിക് ഫംഗ്ഷന് എപ്പോഴും ഒരു പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ആ പവർ സീരീസ് റെപ്രസെൻറ്റേഷനെ നമ്മൾ ടെയ്ലർ സീരീസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏത് അനലറ്റിക് ഫംഗ്ഷനെയും നമുക്കൊരു പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ടെയ്ലർ സീരീസ് എന്ന് വിളിക്കുന്നത്. അതായത് എ പവർ സീരീസ് ഈസ് എ സീരീസ് ഓഫ് ദി ഫോം സിഗ്മ എ എൻ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു എൻ. ഈ ഫോമിലുള്ള സീരീസിനെയാണ് നമ്മൾ പവർ സീരീസ് എന്ന് വിളിക്കുക. അപ്പോൾ അതിലെ ടേംസ് ഒക്കെ എങ്ങനെയായിരിക്കും? എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് പ്ലസ് എ ടു ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സിട്ര. ആ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കും. അതിൽ ഈ സെറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് നോട്ട് ആൻഡ് ദ കോഎഫിഷ്യൻസ് എ എൻ ആർ ദി കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ്സ്. ഈ സെറ്റ് നോട്ടും എ എനുകളൊക്കെ കോംപ്ലക്സ് കോൺസ്റ്റൻറ്റുകളാണ്. സെറ്റ് മേ ബി എനി പോയിൻറ്റ് ഇൻ ദി സ്റ്റേറ്റഡ് റീജിയൻ കണ്ടെയ്നിങ് സെറ്റ് നോട്ട്. ഇതിൽ എസ് ഓഫ് സെഡ്, എസ് എൻ ഓഫ് സെഡ്, റോ എൻ ഓഫ് സെഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? എസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ nth പാർഷ്യൽ സമ്മിനെയാണ് എസ് എൻ ഓഫ് സെഡ് എന്ന് പറയുക. എസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ആ സീരീസിൻ്റെ സമ്മിനെയാണ് എസ് ഓഫ് സെഡ് എന്ന് വിളിക്കുന്നത്. റോ എൻ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിമൈൻഡറിനെയാണ് റോ എൻ ഓഫ് സെഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്താണ് ടെയ്ലർ തിയറം പറയണമെന്ന് നോക്കാം. ടെയ്ലർ തിയറത്തിന് പറയുന്നത് ഇതാണ്: സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലറ്റിക് ത്രൂ ഔട്ട് ആൻ ഓപ്പൺ ഡിസ്ക് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ആർ നോട്ട്, സെൻറ്റേർഡ് അറ്റ് സെറ്റ് നോട്ട് and radius capital R naught. Then at each point Z in the disk, f of z has the series representation f of z equal to sigma n varies from 0 to infinity an into z minus z naught whole raised to n, where mod z minus z naught less than R naught and an, coefficient an can be represented as fn of z naught divided by n factorial. That is, the power series here converges to f of z when mod z minus z naught less than R naught. ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെയ്ലർ സീരീസ് എബൌട്ട് ദി പോയിൻറ്റ് സെറ്റ് നോട്ട് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. അതായത് ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണ്. ഏത് നൈബർഹുഡിലാണ് അനലറ്റിക് ആയിട്ട് തന്നിട്ടുള്ളത്? ഒരു ഓപ്പൺ ഡിസ്ക് ആണ് തന്നിരിക്കുന്നത്. സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ആർ നോട്ട് എന്നുള്ളൊരു ഡിസ്ക്. അതായത് സെറ്റ് നോട്ട് സെൻറ്ററും ആർ നോട്ട് റേഡിയസും ആയിട്ട് വരുന്ന ഒരു ഡിസ്ക്. ആ ഡിസ്കിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ഫംഗ്ഷൻ അനലറ്റിക് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇസഡ് എന്നുള്ള പോയിൻ്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്നുള്ളതിന് എങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുക്കാം? ഒരു പവർ സീരീസ് എക്സ്പ്രഷൻ കൊടുക്കാം. എഫ് അനലറ്റിക് ആയതുകൊണ്ട് അതിനൊരു പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സിഗ്മ എ എൻ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു എൻ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിൽ എ എൻ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? എഫ് റേസ് ടു എൻ ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയലിനെയാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സാധാരണയായിട്ട് ഈ എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ഓർത്തിരിക്കുന്നതായിരിക്കും നല്ലത്. എഫ് റേസ് ടു സീറോ ഓഫ് സെറ്റ് നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സീറോത്ത് ഡെറിവേറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി എന്ത് തന്നെയാണ്? എഫ് ഓഫ് സെറ്റ് നോട്ട് തന്നെയാണ് കേട്ടോ. സീറോ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് സെഡ് എന്നുള്ള ഈ എക്സ്പ്രഷനെ എ എൻ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു എന്നുള്ള എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു f of set naught plus f dash of set naught divided by 1 factorial into set minus set naught plus f double dash of set naught divided by 2 factorial into set minus set naught whole square. അതായത് എ എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എഫ് റേസ് ടു എൻ ബൈ സെറ്റ് നോട്ട് ബൈ എൻ ഫാക്ടോറിയൽ, അതിന് വാല്യൂസ് കൊടുത്ത് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഓർത്തിരുന്നാലും മതി. എഫ് ഓഫ് സെറ്റിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതൊക്കെ വാലിഡ് ആവുന്നത് എവിടെയാണ്? മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ആർ നോട്ടിലാണ് ഈ വാല്യൂസ് എല്ലാം വാലിഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണെന്ന് പറയുകയാണ്. അറ്റ് എ പോയിൻറ്റ് സെറ്റ് നോട്ട് മസ്റ്റ് ഹാവ് എ ടെയ്ലർ സീരീസ് എബൌട്ട് ദാറ്റ് പോയിൻറ്റ്. ഫോർ ഇഫ് എഫ് ഈസ് അനലറ്റിക് അറ്റ് സെറ്റ് നോട്ട് ഇറ്റ് ഈസ് അനലറ്റിക് ഇൻ സം നൈബർഹുഡ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമുക്ക് ഈ ആർ നോട്ടിനെ എപ്സിലോൺ എന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും എന്താ, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അനലറ്റിക് ആണെങ്കിൽ ഒരു നൈബർഹുഡിൽ അത് അനലറ്റിക് ആയിരിക്കും അല്ലേ. അപ്പോൾ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള ഒരു നൈബർഹുഡിൽ അനലറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സർക്കിൾ എങ്ങനെ എടുക്കാം? സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ആർ നോട്ട് എന്നുള്ള സർക്കിൾ എപ്സിലോൺ ഈക്വൽ ടു ആർ നോട്ട് ആയിട്ട് എടുക്കാം. അപ്പോൾ ഏത് അനലറ്റിക് ഫംഗ്ഷൻ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒരു ടെയ്ലർ സീരീസ് എക്സ്പ്രഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ
ഈ ആറിനോട് ഇപ്പോൾ എഫ് എൻറ്റയർ ഫംഗ്ഷനാണെന്ന് വിചാരിക്കും. അതായത് എൻറ്റയർ ഫംഗ്ഷൻ്റെ അർത്ഥം എന്താ? എഫ് എല്ലായിടത്തും അനലറ്റിക്കാണ്. അതായത് ഒരു പ്രത്യേക നൈബർഹുഡിൽ മാത്രമല്ല അനലറ്റിക് ആയിട്ടുള്ളത്, എന്താണ്, എല്ലായിടത്തും അനലറ്റിക്കാണ്. അപ്പോൾ ആ നൈബർഹുഡ് എന്താ, വളരെ ചെറുതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റേതാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് അനലറ്റിക് ആണെന്ന് പറഞ്ഞാൽ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡിസ്കിൽ മാത്രമേ അത് അനലറ്റിക് ആയിട്ടുള്ളൂ. ഓക്കെ, എൻറ്റയർ ഫംഗ്ഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? മൊത്തത്തിൽ അനലറ്റിക് ആണ്. മൊത്തം ഫംഗ്ഷൻ അനലറ്റിക് ആണെന്ന് പറഞ്ഞാൽ എവിടെയും അനലറ്റിക് ആണ്. അപ്പോൾ ആർ നോട്ട് എന്നുള്ള ആ റേഡിയസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ ചെറുതാക്കാൻ പറ്റില്ല. അത് എന്തായിരിക്കാം? ഇൻഫിനിറ്റി ആയിട്ട് വരാം. ആർ നോട്ട് എന്നുള്ള റേഡിയസ് വളരെ ഇൻഫിനിറ്റി ആയിട്ട് വരാം. അപ്പോൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എവിടെയൊക്കെ വാലിഡ് ആണ്? മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ളൊരു ഡിസ്കിൽ തന്നെ അത് വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ദ സീരീസ് കൺവെർജസ് ടു എഫ് ഓഫ് സെഡ്. ആ സീരീസിൻ്റെ കൺവെർജ് ചെയ്യുന്ന ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫ് ഓഫ് സെഡ് എന്ന് വിളിക്കുന്നത്. ആ പവർ സീരീസിൻ്റെ സമ്മാണ് എന്ത്? എഫ് ഓഫ് സെഡ്. നമ്മൾ പറഞ്ഞു ഏതൊരു സീരീസിനും സം ഉണ്ടെങ്കിൽ അത് കൺവെർജ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സീരീസിനൊരു സം ഉണ്ട്. എഫ് ഓഫ് സെഡിനെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എഫ് ഓഫ് സെഡിനെയാണ് ഈ പവർ സീരീസ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സീരീസിൻ്റെ സമ്മാണ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റാണ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് കൺവെർജ് ചെയ്യുന്നുണ്ട്, ആ സീരീസ് കൺവെർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ഒരു എൻറ്റയർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു സർക്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സീരീസിൻ്റെ സമ്മാണ് എഫ് ഓഫ് സെഡ്. അത് എപ്പോഴൊക്കെയാണ് ആ സം എക്സിസ്റ്റ് ചെയ്യുക? അറ്റ് ഈച്ച് പോയിൻറ്റ് സെഡ് ഇൻ ദി പ്ലെയിൻ. എല്ലാ പോയിൻറ്റ്സിലും അതിന് ഒരു സം ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റും. ഇനി സെറ്റ് നോട്ടിൻ്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ എൻ വാല്യൂസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. എ എന്നിന് പകരം നമുക്ക് എന്തെഴുതാം? എഫ് റൈസ് ടു എൻ ഓഫ് 0. nth ഡെറിവേറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എഫ് റൈസ് ടു എൻ ഓഫ് സെറ്റ് നോട്ടിന് പകരം 0 കൊടുക്കുക, ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു, പിന്നെ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇല്ല, കാരണം സെറ്റ് നോട്ട് 0 ആയി പോയി. അപ്പോൾ സെഡ് റൈസ് ടു എൻ എന്ന് എഴുതാം. ഈ എക്സ്പ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്ലോറിൻ സീരീസ്. ഓക്കെ, അപ്പോൾ ടൈലർ സീരീസിൽ തന്നെ സെറ്റ് നോട്ട്, എബൌട്ട് സെറ്റ് നോട്ടാണ് നമ്മളെപ്പോഴും ടൈലർ സീരീസ് എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? എബൌട്ട് സെറ്റ് നോട്ട് എന്നുള്ളൊരു പോയിന്റിലാണ്. ആ സെറ്റ് നോട്ട് 0 ആയി കഴിഞ്ഞാൽ ടൈലർ സീരീസ് എന്തായിട്ട് മാറും? മെക്ലോറിൻ സീരീസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ആ ടൈലർ സീരീസിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം പെട്ടെന്ന്. നമ്മൾ ആദ്യം തന്നെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഡബ്ല്യു മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള, ലെസ് ദാൻ എപ്സിലോൺ അല്ല, ലെസ് ദാൻ ആർ നോട്ട് എന്നുള്ള ഒരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്യാം. കണ്ടോ, ഡബ്ല്യു മൈനസ് സെറ്റ് നോട്ട് ഈസ് ലെസ് ദാൻ ആർ. ആ ബിഗ്ഗർ ആയിട്ടുള്ള ആ ഡിസ്ക്കാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പോയിൻ്റാണ് ഇസഡ് എന്നെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എടുക്കുന്നത് സെറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ഒരു കേസാണ് കൺസിഡർ ചെയ്യുന്നത്. സെറ്റ് നോട്ട് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ എന്താ വരിക? സീരീസ് മെക്ലോറിൻ സീരീസ് ആണെന്ന് പറയും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേറൊരു സർക്കിൾ എടുക്കുകയാണ്. സി നോട്ട് എന്ന് പറയുന്ന ഒരു സർക്കിൾ എടുക്കുകയാണ്. ആ സർക്കിൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ് ആർ നോട്ടും സെൻറ്റർ 0 ആയിട്ടുള്ള ഒരു സർക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് ഡബ്ല്യു ഈക്വൽ ടു ആർ നോട്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഡിസ്ക് മോഡ് ഡബ്ല്യു ലെസ് ദാൻ ക്യാപിറ്റൽ ആർ നോട്ട്. അപ്പോൾ ക്യാപിറ്റൽ ആർ നോട്ടാണ് വലിയ ഡിസ്ക്, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേറൊരു ഡിസ്ക്കാണ് സി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ നോട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പോയിൻ്റാണ് ഇസഡ്. നമ്മൾ ഫിഗർ നല്ലോണം നോക്കാം കേട്ടോ. ക്യാപിറ്റൽ ആർ നോട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് കിടക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതുപോലെ തന്നെ സി നോട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന റേഡിയസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സർക്കിളാണ് സി നോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ നോട്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ സെറ്റ് നോട്ട് 0 ആയിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ സെൻറ്റർ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന വേറൊരു പോയിൻ്റാണ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്, എഫ് ഓഫ് എസ് ബൈ എസ് മൈനസ് സെഡ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ, എഫ് ഓഫ് എസ് ബൈ എസ് മൈനസ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ എഫ് ഓഫ് എസ് അനലിറ്റിക് ആണ് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ. പക്ഷേ എസ് മൈനസ് സെഡ് എന്നുള്ളൊരു പോയിൻ്റ് വന്നതുകൊണ്ട് ഇസഡ് എന്നുള്ളൊരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്തല്ല, ഈ മൊത്തം ഫംഗ്ഷൻ എന്തിൽ അനലറ്റിക് അല്ല, ഈ ഒരു ഡിസ്കിൽ അനലറ്റിക് അല്ല. അപ്പം നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് എഫ് ഡി എസ് എന്നെഴുതാൻ പറ്റും. അതായത് ഇതിൽ സ്മോൾ എഫ് ഓഫ് എസ് അനലറ്റിക് ആണ്, ന്യൂമറേറ്റർ അനലറ്റിക് ആണ്, ഡിനോമിനേറ്ററിൽ ഇസഡ് എന്നുള്ള പോയിന്റിൽ മാത്രമാണ് അനലറ്റിക് അല്ലാത്തത്. ആ പോയിന്റ് ഇതിൻ്റെ ഇൻസൈഡിൽ കിടക്കണമുണ്ട്. ഓക്കെ, അപ്പോൾ കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇനി എന്താണ് 1/s മൈനസ് സെഡ് നോക്കുകയാണ്. ഓക്കെ, 1/s മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/, അതിന് എസ് ഔട്ട് സൈഡ് എടുത്താൽ എന്താ വരിക? ന്യൂമറേറ്ററിൽ നിന്ന് എസ് ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 1/s ഇൻറ്റു 1 മൈനസ് സെഡ് ബൈ എസ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ വേറൊരു ഐഡൻറ്റിറ്റി നോക്കുകയാണ്. 1 + c + c² + എക്സെട്ര c റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 - c റൈസ് ടു n + 1 ഡിവൈഡഡ് ബൈ 1 - c ആണ് വരിക.
അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ജി പി പോലെയാണ് അത് പോയിട്ടുള്ളത്. 1 × C അങ്ങനെ കോമൺ റേഷ്യോ C ആയിട്ടുള്ള ഒരു ജി പി ആണ്. അത് ഫൈനൈറ്റ് ടേംസ് ആണുള്ളത്. അതിലത്തെ n ടേംസ് എല്ലാം n+1 ടേംസിൻ്റെ സമ്മാണ് വരുന്നത്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? 1 - C⁻n+1 ഡിവൈഡഡ് ബൈ 1 - C എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ 1 + C + C² + etc. C⁻n−1 എന്താ വരിക? 1 - C⁻n ഡിവൈഡഡ് ബൈ 1 - C ആണ്. സിയുടെ വാല്യൂ 1 ആവരുത് കേട്ടോ. അപ്പോൾ 1 + C + C² + etc. C⁻n−1 പ്ലസ്, അതായത് ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാണ്. C⁻n ഡിവൈഡഡ് ബൈ 1 - C ഈക്വൽ ടു ഈ രണ്ട് ഇക്വേഷൻസ് എല്ലാം ഇതിൻ്റെ കൂടെ ഈ ഒരു ടേം നമ്മൾ ആഡ് ചെയ്യണം. C⁻n ഡിവൈഡഡ് ബൈ 1 - C എന്നുള്ളത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ എക്സ്പ്രഷൻ കൊടുക്കാം. അപ്പോൾ 1 - C⁻n ഡിവൈഡഡ് ബൈ 1 - C പ്ലസ് C⁻n ഡിവൈഡഡ് ബൈ 1 - C ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1 - C എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 1 - C ഈക്വൽ ടു n ഈക്വൽ ടു 0 to n-1 C⁻n പ്ലസ് C⁻N ഡിവൈഡഡ് ബൈ 1 - C. അതായത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സിക്ക് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, Z/S എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സിക്ക് Z/S കൊടുത്തിട്ട് LC ഒക്കെ കാണുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1/S - Z. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് കാണിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ എഴുതി നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ. 1/1 - C എന്ന് പറഞ്ഞാൽ സിക്ക് എന്ത് കൊടുക്കുകയാണ്? Z-S. അപ്പോൾ 1 - Z/S എന്ന് വരും. LCM കാണുമ്പോൾ എന്താ വരിക? 1/S - Z ഹോൾ ബൈ S. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും. ഓക്കെ, ഇത് ന്യൂമറേറ്ററിൽ വരും S. അത് പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. 1/S - Z ഈക്വൽ ടു ന്യൂമറേറ്ററിൽ വരുന്ന എസ്സിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1/S എന്നായി. റൈറ്റ് സൈഡ് n ഈക്വൽ ടു 0 to n-1 Z/S ഹോൾ റേസ് ടു n. C വരുന്നിടത്തൊക്കെ Z/S കൊടുക്കുകയാണ്. പ്ലസ് Z/S ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 - Z/S. ദറ്റ് ഈസ് 1/S - Z ഈക്വൽ ടു n varies from 0 to n-1 1/S ഉള്ളിലേക്ക് എടുത്ത S⁻n+1 Z⁻n പ്ലസ് Z⁻N ഇൻറ്റു 1/S - Z ഹോൾ ഇൻറ്റു S⁻n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് f(S) എന്നുള്ള ടേം കൊണ്ട് എന്ത് ചെയ്യാണ്? ഇതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അതൊന്നും പറയുന്നില്ല. f(S) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ C0 കാണുകയാണ് ചെയ്യുന്നത്. വായിക്കുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ ടേമിനെയും f(S) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാ ടേമിനെയും ഇൻ്റഗ്രൽ ഓവർ C0 ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഇനി നമ്മൾ ഓൾറെഡി ഇത് കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ഇതെന്താണെന്നുള്ളത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് 2πi × f(Z) ആ ഒരു എക്സ്പ്രഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈക്വൽ ടു n varies from 0 to n-1 Z⁻n ഇൻറ്റു f(S/S⁻n+1 ds പ്ലസ് Z⁻n ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ C0 f(S/S - Z S⁻n അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ Z0 0 ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ Z0 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നമ്മൾ ഇതൊരു കോഷി ഇൻ്റഗ്രൽ ഫോർമുലയായിട്ട് തന്നെ നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ കോഷി ഇൻ്റഗ്രൽ ഫോർമുലയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇവിടെ Z0ൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കൊണ്ടായി ഇങ്ങനെ 0 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, f(S) ഡിവൈഡഡ് ബൈ S - 0 ഹോൾ റേസ് ടു n+1 എന്നുള്ള ഫോർമുലയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് nth ഡെറിവേറ്റീവ് കാണുന്നത്. കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഡിനോമിനേറ്ററിൽ S - Z വരുന്നു. അവിടെ S - Z ആയിരുന്നില്ലേ, Z-Z0 വരുന്നു. അതുപോലെ Z-Z0 ഹോൾ സ്ക്വയർ വരുന്നു. അങ്ങനെ പഠിച്ചിട്ടില്ലേ? അതുപോലെ ഇവിടെ n+1 ആണ് ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. f(n Z0 ഡിവൈഡഡ് ബൈ f(n Z0 ഡിവൈഡഡ് ബൈ n⁴ എന്നാണ്. ഇവിടെ Z0ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് f(n 0/n⁴ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ ഓർത്തിരിക്കണം. ഈ എക്സ്പ്രഷനിലാണ് ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് എന്തെഴുതാം? f(Z) ഈക്വൽ ടു, അതായത് ഇത് കേട്ടോ, ഈ 9th 1 ആണ്. 9th 1 എന്നാണ് എഴുതുന്നത്. f(Z) ഈക്വൽ ടു n varies from 0 to n-1 f(n 0 ഡിവൈഡഡ് ബൈ n⁴ Z⁻n പ്ലസ് ρn(Z) എന്ന് എഴുതാണ്. അതായത് ഈ ടേമിന് ρn(Z) എന്ന് എഴുതുകയാണ്. ഈ ടേമിന് പകരമാണ് നമ്മളിപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ഓക്കെ, ഈ 2πi ഇപ്പുറത്തേക്ക് ഇതിൽ കൊടുത്തു, ഈ ഫോർമുലയിൽ ഇത് കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്ത് എഴുതി സിഗ്മ എൻ വാരീസ് ഫ്രം 0 to n-1 എഫ് റൈസ് ടു എൻ 0/n സെഡ് റൈസ് ടു എൻ പ്ലസ് റോ എൻ സെഡ് എന്ന് എഴുതാം. അപ്പോൾ റോ എൻ സെഡ് എന്താണെന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കണം, രണ്ടാമത്തെ ടേമാണ് എഴുതിയിട്ടില്ല. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എഫ് ഓഫ് സെഡിന് ഇങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ട് എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് സെഡിന് ഇങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതെന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലിമിറ്റ് റോ എൻ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം മോഡ് സെഡ് ഈക്വൽ ടു 6 ആണ്. കാരണം എന്താ? നമ്മൾ സെഡ് എന്നുള്ളൊരു പോയിൻ്റ് ആ ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഫിഗർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നോക്കൂ, മോഡ് സെഡ് ഈക്വൽ ടു കണ്ടോ, സെഡ് എന്നുള്ളൊരു പോയിൻ്റ് അവിടെ എടുത്തപ്പോൾ അതിൻ്റെ റേഡിയസ് നമ്മൾ 6 ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ ഈ C0 എന്നുള്ളൊരു കർവിൽ കിടക്കുന്ന ഒരു പോയിൻറ്റിൻ്റെ റേഡിയസ് R0 ആണ്. അവിടുത്തെ ഒരു പോയിൻ്റാണ് എസ് എന്നെടുക്കുക കേട്ടോ. ആ 2 പോയിൻറ്റ്സും ഓർത്തിരിക്കണേ. എസ്സിലേക്കുള്ള ഡിസ്റ്റൻസ് R0 ആണ്, ഇസഡിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഏതാണ് വലുത്? സെഡ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് R0 ആണ് വലുത്. അതിനേക്കാൾ വലുതാണ് ക്യാപിറ്റൽ R0 കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? മോഡ് സെഡ് ഈക്വൽ ടു 6 ആണ്, മോഡ് എസ് ഈക്വൽ ടു R0 ആണ്. അപ്പോൾ മോഡ് എസ് മൈനസ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ ഓർ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി വെച്ച് എഴുതുന്നതാണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് എസ് മൈനസ് മോഡ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് R0 മൈനസ് ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു R0 മൈനസ് ആർ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. ഈ എഫ് ഓഫ് എസ്സിന് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, ക്യാപിറ്റൽ എം ആണെന്ന് വിചാരിക്കുക. C0 എന്നുള്ളൊരു സർക്കിളിൽ എഫ് ഓഫ് എസ്സിന് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, അതിനെ നമ്മൾ ക്യാപിറ്റൽ എം ആണെന്ന് എടുക്കുന്നു. അപ്പോൾ മോഡുലസ് ഓഫ് റോ എൻ സെഡ് എന്താ വരിക? മോഡുലസ് ഓഫ് റോ എൻ സെഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് സെഡ് റൈസ് ടു എൻ 2π മോഡുലസ് 2π ആണ്. കാരണം കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 2π എന്നാണ് വരിക. പിന്നെ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ C0 എഫ് ഓഫ് എസ് ബൈ എസ് മൈനസ് സെഡ് സെഡ് എസ് റൈസ് ടു എൻ ഡി എസ് എന്നാണ് വരുന്നത്. ഇനി മോഡ് സെഡ് റൈസ് ടു എന്നെ നമുക്ക് മോഡ് സെഡ് ഹോൾ റൈസ് ടു എൻ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് സെഡ് R ആയതുകൊണ്ട് R റൈസ് ടു എൻ എന്ന് എഴുതാം. അതുപോലെ 1 മോഡ് എസ് മൈനസ് സെഡിനെ എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് R0 ആണ്, മൈനസ് R എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡ് എസ് റൈസ് ടു എൻ മോഡ് എസ് ഹോൾ റൈസ് ടു എൻ ദറ്റ് ഈസ് ഈക്വൽ ടു R0 ഹോൾ റൈസ് ടു എൻ എഴുതാം. മോഡ് എഫ് ഓഫ് എസിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ. എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസും നമ്മളതിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? റോ എൻ ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മുകളിൽ R റൈസ് ടു എൻ ബൈ 2π എഫ് ഓഫ് എസിന് മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം ആയിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ R0 മൈനസ് ആർ ഇൻറ്റു R0 റൈസ് ടു എൻ 2π R. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഇനീക്വാളിറ്റികളെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോമിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ R/R0 എന്നുള്ളൊരു ടേം വരുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു R0 ആണ് വലുത്, R ചെറുതാണെന്ന് പറഞ്ഞു. അപ്പോൾ R/R0 ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഒരു ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എന്തായാലും ലെസ് ദാൻ 1 ആയിരിക്കും വരിക. ആ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു നമ്പറിനെ ഹോൾ റൈസ് ടു n ആണ് കാണുന്നത്. അതിനെ ലിമിറ്റിംഗ് കേസാണ് നമ്മൾ കാണുന്നത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റോ എൻ സെഡ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നിനേക്കാൾ ചെറിയ നമ്പറാണ്, അതിൻ്റെയാണ് ഹോൾ റൈസ് ടു n കിടക്കണേ. അതിനെയാണ് ഇൻഫിനിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 1നേക്കാൾ താഴെയുള്ള ഒരു നമ്പർ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ലിമിറ്റ് കിട്ടുക 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മെക്ലോറൻ സീരീസ് എന്നുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ, സെറ്റ് നോട്ട് 0 ആവുമ്പോൾ എന്താ വരിക എന്നുള്ളത് നമ്മുടെ കംപ്ലീറ്റ് ആയി, പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ടൈലർ സീരീസ് ആക്കാനായിട്ട് എന്താണ്? സെറ്റ് നോട്ട് ഏത് സെറ്റ് നോട്ട് എടുത്താലും കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ദ ഡിസ്ക് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R0 വിത്ത് സെൻറ്റർ അറ്റ് എനി ആർബിട്രറി പോയിന്റ് സെറ്റ് നോട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ മെക്ലോറൻ സീരീസ് അല്ല നമുക്ക് വേണ്ടത്, ടൈലർ സീരീസിൻ്റെ പ്രൂഫാണ് വേണ്ടത്. ഇപ്പോൾ മെക്ലോറൻ സീരീസാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്, സെറ്റ് നോട്ട് 0 ആയതുകൊണ്ട്. ഇനി എനി സെറ്റ് നോട്ടിനുള്ള ഏത് സെൻറ്റർ വേണമെങ്കിൽ വരാം എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. We suppose that f is an analytic function when mod z minus z naught less than capital R0. അപ്പോൾ ആ ഒരു ഡിസ്കിലാണ് f എന്തായിട്ടുള്ളത്? അനലിറ്റിക് ആയിട്ട് നമ്മൾ എടുത്തത്. ഇനി നമ്മൾ വേറൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്, എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ക്യാപിറ്റൽ R0 വരുന്ന ഒരു ക്യാപിറ്റൽ R0 റേഡിയസ് ആയിട്ട് വരുന്ന ഒരു ഡിസ്കിൻ്റെ ഉള്ളിൽ എഫ് അനലിറ്റിക് ആണ്, അവിടെ സെൻറ്റർ സെഡ് നോട്ട് ആണ്. അപ്പോൾ വേറൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്, എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. അതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് അനലിറ്റിക് ആയതുകൊണ്ട് എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ട് മസ്റ്റ് ബി അനലിറ്റിക് വെൻ മോഡുലസ് സെഡ് പ്ലസ് സെഡ് നോട്ട് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ R0. അപ്പോൾ എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആവുന്നത് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ R0 അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ട് എവിടെ അനലിറ്റിക് ആവുക? സെഡിന് പകരം സെഡ് പ്ലസ് സെഡ് നോട്ട് കൊടുക്കുക. അപ്പോൾ മോഡുലസ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ട് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ R0. അപ്പോൾ സെഡ് നോട്ടും ക്യാൻസൽ ചെയ്തിട്ട് എന്ത് വരും? മോഡ് സെഡ് ലെസ് ദാൻ R0 എന്ന് വരും. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ട് എന്നുള്ളൊരു ഫംഗ്ഷനെ ജി ഓഫ് സെഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, ദ അനലറ്റിസിറ്റി ഓഫ് ജി ഇൻ ദ ഡിസ്ക് മോഡ് സെഡ് ലെസ് ദാൻ ആർ നോട്ട് എൻഷുവേഴ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് മെക്ലോറൻ സീരീസ്. ഓക്കെ, അപ്പോൾ ജി എന്നുള്ളത് മോഡ് സെഡ് ലെസ് ദാൻ ആർ നോട്ട് എന്നല്ലേ വന്നത്. അപ്പോൾ ഇവിടുത്തെ സെൻറ്റർ എന്താ വരുന്നത്? നമ്മൾ ഇങ്ങനൊരു പുതിയൊരു ഫംഗ്ഷൻ എടുത്തു, അത് ഈ ഒരു സർക്കിളിലല്ല, ഈ ഒരു സർക്കിളിലാണ് എന്താവുന്നത്, അനലറ്റിക് ആവണമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ സെഡ് നോട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായി? മോഡ് സെഡ് അല്ല. അപ്പോൾ ഇവിടുത്തെ സെൻറ്റർ എന്താ വരുന്നത്? 0 തന്നെയല്ലേ വരുന്നത് അല്ലേ? മോഡ് സെഡ് ലെസ് ദാൻ ആർ നോട്ട് എന്ന് പറഞ്ഞാൽ സെൻറ്റർ 0 ആണ്. അപ്പോൾ ഇതിന് എന്തുണ്ട് മനസ്സിലായി? ജി ഓഫ് സെഡ് എന്നുള്ളൊരു ഫംഗ്ഷന് എന്തുണ്ട്? മെക്ലോറൻ സീരീസ് എക്സ്പ്രഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. അതായത് എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ടിന് എന്തുണ്ട്? മെക്ലോറൻ സീരീസ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതായത് ജി ഓഫ് സെഡിനെ മെക്ലോറൻ സീരീസ് എക്സ്പ്രഷൻ വെച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സിഗ്മ ജി എൻ ഓഫ് 0 ബൈ എൻ ഫാക്ടോറിയൽ സെഡ് റൈസ് ടു എൻ. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ടാണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ജി എൻ ഓഫ് 0 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ സെഡ് വരുന്നിടത്താണ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? സെഡ് പ്ലസ് സെഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ടാണ്. അപ്പോൾ ജി ഓഫ് 0 എന്തായിരിക്കും വരിക? നമുക്കൊന്ന് എഴുതി നോക്കാം. ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ടാണ് അല്ലേ? അപ്പോൾ ജി ഓഫ് 0 എന്താണ് വരിക? ജി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇസെഡ് ആണ്, എഫ് ഓഫ് സെഡ് നോട്ടാണ്. സെഡ് അല്ല, എഫ് ഓഫ് സെഡ് നോട്ടാണ് ജി ഓഫ് 0 എന്ന് വരിക. ഇനി ജി ഓഫ് സെഡ് എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ട് ആണെങ്കിൽ ജി ഡാഷ് ഓഫ് സെഡ് എന്താ വരിക? ജി ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ടാണ് അല്ലേ? അപ്പോൾ അതിൽ ജി ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ജി ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സെഡിന് 0 കൊടുക്കണം. ദറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്നാണ് വരിക. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട്. അപ്പോൾ അതേപോലെ എഴുതുമ്പോൾ ഇവിടെ എന്താ വരിക? അതേപോലെ എഴുതുമ്പോൾ ജി എൻ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? എഫ് എൻ ഓഫ് സെഡിനാണ് അവിടെ 0 കൊടുക്കുന്നത്. ഇവിടെ ആക്ച്വലി എഫ് എൻ ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ടിന് സെഡിന് 0 കൊടുക്കുമ്പോൾ എഫ് എൻ ഓഫ് എന്ത് വരും? സെഡ് നോട്ട് എന്ന് വരും. ഓക്കെ, അപ്പോൾ എഫ് എൻ ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് റൈസ് ടു എൻ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ സെഡ് വരുന്നിടത്തൊക്കെ സെഡ് മൈനസ് സെഡ് നോട്ടിന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? സെഡ് വരുന്നിടത്ത് സെഡ് മൈനസ് സെഡ് നോട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ സെഡിന് സെഡ് മൈനസ് സെഡ് നോട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ സെഡ് നോട്ട് ക്യാൻസൽ ചെയ്യും, എഫ് ഓഫ് സെഡ് എന്ന് വരും ഇവിടെ. ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ. ഈ എക്സ്പ്രഷനെ നമുക്ക് എന്ത് വിളിക്കാം? എ എൻ എന്ന് വിളിക്കാം. ഓക്കെ, ബാക്കി ഈ സെഡ് വരുന്നിടത്ത് സെഡ് മൈനസ് സെഡ് നോട്ട് കൊടുത്തു. അപ്പോൾ എന്ത് വരും? സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റൈസ് ടു എൻ എന്നായി. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. അതിൽ എ എൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് എൻ ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ടേലർ സീരീസിൻ്റെ പ്രൂഫായിട്ട് പറയുന്നത്. ഇനി ടേലർ സീരീസ് കൺവെർജൻ്റ് ആവുന്നത് എപ്പോഴാണ്? ഒരു അനലറ്റിക് ഫംഗ്ഷനെ എപ്പോഴും നമുക്കൊരു ടേലർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. എവിടെ? അത് അനലറ്റിക് ആവുന്ന പോയിൻറ്റിൻ്റെ ഏത് നൈബർഹുഡാണോ നമ്മൾ എടുക്കുന്നത് അവിടെ. അപ്പോൾ ചിലപ്പോൾ ഒരു സർക്കിളായിരിക്കാം വിത്ത് റേഡിയസ് R ആണെങ്കിൽ ആ സർക്കിളിൻ്റെ ഉള്ളിൽ അതെന്താണെന്ന് പറയാം? അതിനൊരു ടേലർ സീരീസ് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു സമ്മുണ്ട്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ അത് കൺവെർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എഫ് ഈസ് അനലറ്റിക് അറ്റ് ഓൾ പോയിൻറ്റ്സ് വിത്തിൻ എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് സെഡ് നോട്ട്. കൺവെർജൻസ് ഓഫ് ഇറ്റ്സ് ടേലർ സീരീസ് അബൌട്ട് സെഡ് നോട്ട് ടു എഫ് ഓഫ് സെഡ് ഓർ ഫോർ ഈച്ച് പോയിൻറ്റ് സെഡ് വിത്തിൻ ദാറ്റ് സർക്കിൾ ഈസ് എൻഷുർഡ്. നോ ടെസ്റ്റ് ഓഫ് കൺവെർജൻസ് ഓഫ് ദ സീരീസ് ഈസ് റിക്വയർഡ്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ പിന്നെ ടേലർ സീരീസ് കൺവെർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ അനലറ്റിക് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ളിൽ ആ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി പറയുന്നത് എന്താ വെച്ചാലും ടേലർ സീരീസ് ഏത് സർക്കിളിലാണോ ആ ടേലർ സീരീസ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് ആ സർക്കിളിൻ്റെ ഉള്ളിൽ അത് കൺവെർജൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിനൊരു സമ്മുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സർക്കിളായിരിക്കും അതിൻ്റെ ഏറ്റവും ഏത് ലാർജസ്റ്റ് റേഡിയസിലാണോ നമുക്ക് ടേലർ സീരീസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ആ സർക്കിളിനെ നമുക്ക് സർക്കിൾ ഓഫ് കൺവെർജൻസ് എന്ന് പറയാൻ പറ്റും. അതായത് ഇങ്ങനെ പറയാം: ദ ലാർജസ്റ്റ് സർക്കിൾ ഇൻ വിച്ച് ദ പവർ സീരീസ് എക്സ്പാൻഷൻ ഫോർ ദി ഫംഗ്ഷൻ എക്സിസ്റ്റ്. ഒരു അനലറ്റിക് ഫംഗ്ഷൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ പോസിബിൾ ആകുന്ന ഏറ്റവും ലാർജസ്റ്റ് സർക്കിളിനെയാണ് എന്ത് വിളിക്കുക? സർക്കിൾ ഓഫ് കൺവെർജൻസ് എബൌട്ട് സെഡ് നോട്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് കൺവെർജൻസ്. ഓക്കെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കിൾ ഓഫ് കൺവെർജൻസും റേഡിയസ് ഓഫ് കൺവെർജൻസും കാണാൻ പറയും. അപ്പോൾ ആ ഫംഗ്ഷൻ അനലറ്റിക് ആവുന്ന ഏറ്റവും വലിയ സർക്കിൾ നോക്കുക.
ഓക്കെ, ആ വലിയ സർക്കിളിൻ്റെ ഉള്ളിൽ ആ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിനൊരു ടൈലർ സീരീസ് എക്സ്പ്രഷൻ പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു കൺവെർജൻസ് പോസിബിൾ ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ആ റേഡിയസിനെ നമുക്ക് ഇങ്ങനെ പറയാം. ഈ സെൻറ്റൻസ് നോക്കൂ. ദ സീരീസ് കൺവെർജസ് ടു എഫ് ഓഫ് സെറ്റ് വിതിൻ ദ സർക്കിൾ എബൌട്ട് സെറ്റ് നോട്ട് വേർ റേഡിയസ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെറ്റ് നോട്ട് ടു ദ നിയറസ്റ്റ് പോയിൻറ്റ് സെറ്റ് വൺ വേർ എഫ് ഫെയിൽസ് ടു ബി അനലിറ്റിക്. അതായത് ഈ റേഡിയസ് എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏറ്റവും അടുത്ത പോയിൻ്റ് സെറ്റ് വൺ എവിടെയാണോ എഫ് അനലറ്റിക് അല്ലാത്തത് ആ ഒരു പോയിൻ്റ് വരെ നമുക്ക് എന്തെടുക്കാം? ആ റേഡിയസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. ഓക്കെ, ആ റേഡിയസിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന പോയിൻറ്റിലോ അല്ലെങ്കിൽ ആ ബൗണ്ടറിയിലുള്ള പോയിൻറ്റ്സോ നമുക്ക് എന്ത് പറയാം? വേണമെങ്കിൽ എഫ് അനലറ്റിക് അല്ലാതിരിക്കാം. പുറത്തുള്ള പോയിൻറ്റ്സിൽ എന്തായാലും അനലറ്റിക് ആവില്ല. ബൗണ്ടറിയിലുള്ള പോയിൻറ്റ്സിൽ ചിലപ്പോൾ അനലറ്റിക് ആവാം, അതല്ലെങ്കിൽ അനലറ്റിക് ആവാതിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്.